അഫിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ വണ്ടർലേ പോകാന്നുള്ളത്. കഴിഞ്ഞ വർഷം അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോയത് വണ്ടർലേക്കായിരുന്നു. പക്ഷേ അന്ന് അവനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഇക്ക പറഞ്ഞതാണ് ഒരു ദിവസം കൊണ്ടുപോകാന്ന്. ഇപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് വണ്ടർലേ കൊണ്ടുപോകാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഇന്നാണ് നമുക്ക് ആ ഒരു ടൈം കിട്ടിയത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ചോറ്റാനിക്കാരെ നിന്ന് അജ്മീറിനെ കൂട്ടിയിട്ടോ. അവൻ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 11 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. ആ ഒരു ടൈം ആയപ്പോൾ എത്തി. പിന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അകത്ത് കയറി. അകത്തുനിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ വന്നത്. കാറിലല്ല വരുന്നത്. നമ്മൾ ഇടയ്ക്ക് ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തു. പിന്നെ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ലോക്കറിൽ വെച്ചു. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ റൈഡിലായിട്ട് കയറി തുടങ്ങി. ചിലതൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചിലതൊക്കെ നമ്മുടെ കിളി വറുത്തിട്ടോ. പിന്നെ അഫിക്ക് പല റൈഡിലും പറ്റില്ല, കുട്ടികളല്ലേ. അപ്പോൾ അവർക്ക് പൊക്കവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ മാത്രമാണ് അവരെ കയറ്റുള്ളൂ. അപ്പോൾ അവനുള്ള ചെറിയ ചെറിയ റൈഡിലൊക്കെ അവനും കയറുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഇതിലൊക്കെ കണ്ടത് മാത്രമേ ഉള്ളൂ, കയറിയൊന്നുമില്ല പേടിച്ചിട്ട്. 12 മണിയൊക്കെ ആയ സമയത്താണെന്ന് തോന്നുന്നു വാട്ടർ റൈഡ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒരു റൈഡിലേക്ക് കയറിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നത്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ റൈഡിലും കയറണം. പക്ഷേ ഞാനൊന്നും എല്ലാത്തിലൊന്നും കയറിയില്ല കേട്ടോ. കാരണം ചിലതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഈ ഒരു റൈഡാണ് എനിക്ക് ഏറ്റവും ഭീകരമായിട്ട് തോന്നിയത് കേട്ടോ. ഇത് കുറേ സമയം കണ്ടുകൊണ്ടിരുന്നു എന്താണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്നുള്ളത്. ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ കറങ്ങി തിരിഞ്ഞ് വന്നെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ അമ്മയെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതിൽ കയറിയില്ല കേട്ടോ. പിന്നെ പണ്ടൊക്കെ, അതായത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുമ്പോൾ എല്ലാത്തിലും ചാടിപ്പിടിച്ച് കയറുമായിരുന്നു. അന്നൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കൊരു ധൈര്യമൊന്നുമില്ല. പിന്നെ ഇതിൽ ഞാൻ കയറില്ല. ഇതിൽ അജ്മീറും ഇക്കായി മാത്രമാണ് കയറുള്ളത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ ഓരോ ഇരിക്കുന്ന സീറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗോപ്രോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം. 300 രൂപ എങ്ങാണ്ടാണ്. അങ്ങനെ നമ്മൾ 300 രൂപ എടുത്തിട്ട് ആ വീഡിയോ വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതും നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അഫിക്കുള്ള ചെറിയ ചെറിയ റൈഡിലൊക്കെ അവനും കയറി നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഏകദേശം ഇവിടെയുള്ള റൈഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ചട്ടിച്ചോറ്, വെജിറ്റബിളും പിന്നെ നോൺ വെജും പിന്നെ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളിതേ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് തന്നെ ഇടണമെന്നുണ്ട്. അപ്പോൾ ഇക്കായും അജ്മീറും കൂടി ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ റൈഡായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് വെള്ളത്തിൻ്റെ റൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് 2 പേര് പോകുന്നത് 3 പേര് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ റൈഡിൽ കയറാൻ പോകുമ്പോഴും അവിടെ ഒരു ക്യൂ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മുടെ ഒരു അവസരം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ടൈം പോയി. പിന്നെ ഇത് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ചെയ്യുമല്ലോ. അതുകൊണ്ടിട്ട് പെട്ടെന്നാണ് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഓടി പോയി കയറുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര മിസ് ചെയ്തു കേട്ടോ. ഇതെനിക്ക് അന്നും, അതായത് ലാസ്റ്റ് ടൈം ഞാനിവിടെ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നും എനിക്കിതിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നും പറ്റിയില്ല. അതുകൊണ്ട് വല്ലവരും കയറിയത് വീഡിയോ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.